ഡിയേഴ്സ്, വെൽക്കം ടു അവർ വ്ളോഗ്സ്. ദേ നമ്മൾ ഇന്നുണ്ടല്ലോ, ഞാൻ രണ്ട് പാത്രത്തിൽ രണ്ട് ടൈപ്പ് പായസം കൊണ്ടായിട്ട് വന്നേക്കാം. അപ്പൊ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും പായസത്തിന്റെ റെസിപ്പി വേണോ. അപ്പൊ എനിക്ക് കൂടുതലും പാലടയുടെ റെസിപ്പി ആട്ടോ. അപ്പൊ പിന്നെ അത് തന്നെ കാണിക്കാന്ന് വെച്ചു. അപ്പൊ ഇന്ന് നമുക്ക് കടയിൽ പാലടയുടെ ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു 50-60 ലിറ്റർ പാലടയോളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം. ഈ ഉണ്ടാക്കുന്ന ആൾ എന്റെ അച്ഛൻ തന്നെയാട്ടോ. അപ്പൊ ഇത് കാറ്ററിംഗ് വർക്കൊക്കെ ഇപ്പൊ നിർത്തിയെന്നുണ്ടെങ്കിലും ഓണം വിഷു ഒക്കെ വരുമ്പോൾ സദ്യ പായസം ഇതൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പണ്ട് തൊട്ടേ ഉള്ള ശീലാണേ. ഇപ്പൊ സമയം രാവിലെ 8 മണി ആവണുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-10:30 വരെ ഈ പായസത്തിന്റെ പണി നടക്കും. അപ്പൊ നമ്മൾ നിർത്താതെ, നമ്മളല്ല എന്റെ അച്ഛൻ നിർത്താതെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഇളക്കാന്നുള്ളത്. കൈ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പാകം വിട്ടുപോകും. ആദ്യം തന്നെ നമ്മൾ ഉരുളിയിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചത്. നെയ്യിട്ട് പഞ്ചസാര ഇട്ട് ഇതിനൊന്ന് നല്ല പോലെ ഒന്ന് പഞ്ചസാര ശരിക്കും മെൽറ്റ് ആയിട്ട് വരണവരൊന്ന് വെയിറ്റ് ചെയ്യണം. കരിയാൻ പാടില്ല. ശരിക്കും ഇതുപോലെ ഇളക്കി വെക്കണം. പിന്നെ പാലട നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കട്ടിയുള്ള പാത്രം തന്നെ എടുത്തോ. പരമാവധി ഉരുളി തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കും. ഒരാളെ കൊണ്ട് ഒരു കാരണവശാലും പാലട ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതുപോലെ ഒരാളെ ഇളക്കണം, ഒരാൾ ഇതുപോലെ പാലൊക്കെ പൊട്ടിച്ചു വയ്ക്കണം. പാല് പൊട്ടിച്ചു വയ്ക്കണം നേരത്തെ നമ്മൾ ഇളക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പാകം വിട്ടുപോകും. അപ്പൊ നമ്മളിപ്പോ ഇന്ന് 60 ലിറ്ററോളം പാലടയായിട്ട് ഉണ്ടാക്കണം. അപ്പൊ അതിനായിട്ട് പാല് ഓരോന്നോരോന്ന് പാക്കറ്റായിട്ട് പൊട്ടിച്ചു വയ്ക്കുന്നത് ഒക്കെ ഓരോ ലിറ്ററിന്റെ പാക്കറ്റാണ് കേട്ടോ, പാൽ പാക്കറ്റ്. പാല് ഒഴിച്ച് തീരുന്ന വരെ എൻ്റെ അച്ഛൻ കൈ വിട്ടിട്ടില്ല കേട്ടോ. ഈ കൈ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. പാലട ഉണ്ടാക്കാന്ന് വെച്ചാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പാല്, പഞ്ചസാര, നെയ്യ്, പിന്നെ അട, ഏലക്കാപ്പൊടി, ഇത്ര മാത്രം മതി. ആ ഉണ്ടാക്കണ പ്രോസസ്സാണ് കേട്ടോ ഏറ്റവും പാട്. ഇതിപ്പോ സമയം 8 മണി ആവണേന് മുന്നേ നമ്മൾ തുടങ്ങിയിട്ട് നമ്മളൊരു 10:30 വരെ ഈ പായസത്തിന്റെ മേക്കിങ്ങിൽ തന്നെയായിരുന്നു കേട്ടോ. അച്ഛ ഈ പായസം എങ്ങനെ ഉണ്ടാക്കണേന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വന്നപ്പോ എന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കേ. പഞ്ചസാര 1 കിലോ, പാലൊഴിക്കുക. പാല് തിളച്ച് കുറുകുമ്പോ അട കഴുകി ഇട്ടിട്ട് ആദ്യം കുറുകുമ്പോ ഏലക്കായപ്പൊടി ഇടാം. അത് തന്നെ, അത്രയ്ക്കുള്ള പരിപാടി. പക്ഷെ ഇത് ചെയ്യാനാണ് 3-3.5 മണിക്കൂറോളം നമ്മൾ എടുക്കണേ കേട്ടോ. അപ്പൊ നമ്മുടെ പാലട ശരിക്കും നല്ല ടേസ്റ്റ് ആയി, നല്ല കാണാനും നല്ല സൂപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ആവണം കേട്ടോ. അല്ലാണ്ട് വൈറ്റ് കളറിൽ കിട്ടുന്നത് പാലടയല്ല. ഇനി നമുക്ക് പാല് ശരിക്കും കുറുകി വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചേക്കണം അടയാട്ടോ ഇടുന്നത്. അപ്പൊ അത് നല്ലോണം വേവിച്ചിട്ട് നല്ലോണം കഴുകി ഊറ്റി വെച്ചേക്കണതാണ്. ഒട്ടും വെള്ളം വേണ്ട. നേരത്തെ പാലൊഴിച്ചപ്പോൾ ഉണ്ടായ പോലെ തന്നെ ഈ അട ഇതുപോലെ ഇടുമ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ അട ഇടുമ്പോൾ ഇങ്ങനെ നീക്കി ഇടാൻ നോക്കുക, കട്ട പിടിക്കും. അല്ലെങ്കിൽ ഇതിപ്പോ ഒരുപാടുണ്ട്, നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം. അത് കാരണം കൊണ്ടാണ് ഇത്ര അധികം ഉണ്ടാക്കണേ കേട്ടോ. നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാനായിട്ട് 10 കിലോ പായസം 10 ലിറ്റർ പായസം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ 1 കിലോ അടയാട്ടോ വേവിക്കാൻ എടുക്കേണ്ടത്. അതാണ് അതിന്റെ കണക്ക്. 10 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 10 ലിറ്റർ പാലാണെന്നുണ്ടെങ്കിൽ 1 കിലോ അട. അത് നമ്മൾ വെള്ളത്തിൽ സാധാരണ വേവിക്കണ പോലെ വേവിച്ചാൽ, അല്ലെങ്കിൽ കുക്കറിൽ ചെറുതായിട്ടൊന്ന് ചെറിയൊരു വിസിലടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കട്ട ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോരുത്. പിന്നെ നല്ലോണം ഒന്നുകൂടെ കഴുകിയിട്ട് ശരിക്കും വെള്ളം വാലാൻ വെച്ചിട്ട് വേണം കേട്ടോ ഇലിക്കിടാനായിട്ട്. അങ്ങനെ അടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടും വീണ്ടും ഈ പ്രോസസ്സ് നിർത്താതെ ചെയ്യണം കേട്ടോ, ഈ ഇളക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ പിടിക്കും. പാലട അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം പായസം മൊത്തം ചുവ വന്ന് ആകെ കൊളായിപ്പോ. ഇതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഏറ്റവും കട്ടിയുള്ള പാത്രം മിക്കവാറും ഉരുളി തന്നെ എടുത്ത് നോക്കിക്കോട്ടോ, അല്ലെങ്കിൽ ആകെ കൊളവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു നോക്കണം അതിന്റെ പാകം ആയോ എന്നാണ് കേട്ടോ. അങ്ങനെ പാകം ആയി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മുഖത്തൊരു സന്തോഷം വന്നു. കാരണം ഇന്ന് രാവിലെ 2ാമത്തെ പായസാട്ടോ ഉണ്ടാക്കുന്നത്. നേരത്തെ പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പാലട ഉണ്ടാക്കണത്. എന്റെ കുട്ടിക്കാലത്ത് ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം, വിഷു അതൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സംഭവമായിരുന്നു ചെറുപ്പത്തില്. ഓണത്തിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അത്തത്തിന് 2-3 ദിവസം മുന്നേ തൊട്ട് എന്റെ അച്ഛൻ ഓണത്തിന്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന്റെ അന്ന് ഉച്ചയാകുമ്പോഴായിരിക്കും വരെ, അതും ഭയങ്കര ക്ഷീണത്തില്. ഉച്ചയായ ഒരു 10-13 ദിവസം രാവിലെ തന്നെ അതും വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് ഇതുപോലെ പായസവും അതുപോലെ കറികളൊക്കെ ഉണ്ടാക്കി 13 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ക്ഷീണവും അതുപോലെ തന്നെ ആകെ അവശതയായി ഒരു വല്ലാത്ത ക്ഷീണത്തിലായിരിക്കും കേട്ടോ അച്ഛൻ വീട്ടിൽ വരാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓണം എന്ന് പറയാൻ ചെറുപ്പത്തിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടല്ല കേട്ടോ അച്ഛൻ ചെയ്യണത്. അച്ഛന് ഓണം വിഷു ഒക്കെ ആയിക്കഴിഞ്ഞാൽ പായസം ചെയ്യണത് അതൊരു നിർബന്ധമായി. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കടയിൽ ഏത്ത പായസം നമ്മുടെ കടയിൽ നിന്ന് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റി. ചില സ്ഥലത്തു നിന്നൊക്കെ പാലട എന്ന് പറഞ്ഞ പേരിൽ നമുക്ക് കിട്ടണത് സേമിയോ പായസം പോലത്തെ വെള്ള കളറുള്ള പായസമായിരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് സത്യത്തിൽ കൊള്ളില്ല എന്ന് പറയില്ല, നല്ലതാന്ന് പറയും. പക്ഷെ നമുക്കിത് കുടിച്ച് ശീലമായ കാരണം കൊണ്ട് അത് കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ.
അങ്ങനെ ഏറ്റവും അവസാനത്തെ ഒരു ഐറ്റമാണ്, അവസാനത്തെ ചടങ്ങ്, എന്താ പറയാ, അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആട്ടോ ഈ ഇടണത്. അതായത് ഏലക്കാപ്പൊടി. ഏലക്കയും പഞ്ചസാരയും കൂടെ നല്ല ഫൈനായിട്ട് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അതും കൂടി ഇട്ട് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ പാലടയില് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും വറുത്തിടണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ തൃശ്ശൂര് ചാലക്കുടിയിലായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ ചെറുതിലേ തൊട്ട് ഉണ്ടാക്കണത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും പാലടയിൽ വറുത്തിടാത്ത ആ ഒരു രീതിയിലാട്ടോ ഉണ്ടാക്കാറ്. അപ്പൊ ഇപ്പോഴും പുള്ളി അത് തന്നെ ഫോളോ ചെയ്യണു. പല സ്ഥലത്തും പല രീതിയാണ്. ഇത്രയും നേരം അവിടെ കണ്ണു നിൽക്കാണ്ട് അവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന കാരണോണ്ടാണോ എന്നറിയില്ല, എൻ്റെ അച്ഛൻ ആദ്യം തന്നെ മധുരണ്ടോ നോക്കാൻ എന്നെ ആട്ടോ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞത് ഇത് അച്ഛൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ അഭിപ്രായം ചോദിക്കും കേട്ടോ. കാരണം എന്നാലേ പുള്ളിക്ക് ഒരു അങ്ങനെ നമ്മുടെ പാലട അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഉരുളിയുടെ സൈഡ് അരുവ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാലടയുടെ ആ ഒരു ഗുണം. അതായത് ഈ പാലിങ്ങനെ തിളച്ച് അതിൻ്റെ ആ ഒരു പാൽപ്പാടയൊക്കെ പറ്റി പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം അടിപൊളിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ മുഖം തെളിഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്കും പകർത്തി കൊണ്ട് തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ പകർത്തണ സമയത്ത് ഇളക്കൽ നിർത്താൻ പാടില്ല. ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ അടി പിടിക്കും. ഇതിന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. 10 ആയപ്പോഴേക്കും നമ്മുടെ പായസം എല്ലാം റെഡിയായി. നമ്മളിത് പകർത്തി ഓരോരോ ഓർഡർ കൊടുത്തു തുടങ്ങി കേട്ടോ. ഒരു 11 മണി 12 മണിയായപ്പോഴേക്കും ഈ എല്ലാ പായസവും തീർന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു സന്തോഷം കൂടെ പറയട്ടെ, നമ്മുടെ വീഡിയോ, ആ ഒരു ചെറിയ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു റെസിപ്പി കാണിച്ചു തരാൻ പറഞ്ഞവരോട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ചുറ്റിലുള്ളവർ എന്നോട് നേരിട്ട് മാത്രമേ അഭിപ്രായം പറയുള്ളൂ. കാരണം അവർ വീഡിയോയ്ക്ക് ഒരു ലൈക്കോ കമന്റോ ചെയ്യാത്ത പലരും എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്ന് വ്യത്യാസമായി ഒരു പരിചയമില്ലാത്ത നിങ്ങൾ കാണിച്ച ഒരു മനസ്സിന് ഒരുപാട് നന്ദി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിച്ച് ഞാൻ നിർത്താട്ടോ. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇതുപോലെ പായസം മേടിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കെ. അപ്പോൾ ഞങ്ങളിത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷനോ ഞാൻ പറയണതോ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഈ പായസം എങ്ങനെയുണ്ടെന്ന് അറിയാൻ എൻ്റെ കുഞ്ഞാട്ടി കാണിക്കുന്ന എക്സ്പ്രഷൻ മാത്രം നോക്കിയാൽ മതി. കാരണം പിള്ള മനസ്സിൽ കള്ളയില്ലല്ലോ. ഞാനപ്പോൾ പരിപ്പും കൂടെ കുറച്ചെടുത്തു കേട്ടോ ടേസ്റ്റ് വെക്കാനായിട്ട്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടും നല്ല ഡിഫറെൻറ്റ്, രണ്ട് ടേസ്റ്റ്, രണ്ടും സൂപ്പർ. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ പാലട പായസവും പപ്പടവും കൂട്ടി കഴിച്ചേക്കും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും കഴിക്കുക. പാലട പായസം കിട്ടുമ്പോൾ ഇതുപോലെ പപ്പടം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞങ്ങൾക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മക്കളെ, ഒരുപാട് പറഞ്ഞ് നീട്ടണില്ല. അപ്പോൾ ഇനി എല്ലാവരും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഓക്കെ, ബൈ, സീ യു, ടാറ്റാ.